ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് സർഫസ് കെമിസ്ട്രിയുടെ ലാസ്റ്റ് പാർട്ടിലോട്ട് നമ്മൾ പോവുകയാണ്. സർഫസ് കെമിസ്ട്രിയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക്. അപ്പോൾ നമ്മളിവിടെ ഇന്നിപ്പോൾ പഠിക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ. കൊളോയിഡൽ സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടീസാണ്. കൊളോയിഡൽ സൊല്യൂഷൻ്റെ പല പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടു. എങ്കിലും ഈ പ്രോപ്പർട്ടീസ് സെപ്പറേറ്റ് എടുത്ത് ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്നാമത്താണ് ഹെട്രോജീനിയസ് നേച്ചർ. ഹെട്രോജീനിയസ് നേച്ചർ എന്താണ്? ഹെട്രോജീനിയസ് നേച്ചർ ഈ കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്പേഴ്സ്ഡ് ഫേസും ഉണ്ട്, ഡിസ്പേഴ്സ്ഡ് മീഡിയം ഉണ്ട്, അല്ലേ? അപ്പോൾ രണ്ട് ഫേസ് ഉള്ളൊരു സിസ്റ്റമാണ്. അപ്പോൾ ഹെട്രോജീനിയസ് ആയില്ലേ? കൊളോയിഡൽ സൊല്യൂഷൻസ് ആർ ടു ഫേസ്ഡ് സിസ്റ്റമാണ്. രണ്ട് ഫേസുള്ള സിസ്റ്റമാണ്. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയം. അതുകൊണ്ട് ഇത് ഹെട്രോജീനിയസ് നേച്ചർ ആണെന്ന് പറയാം. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് അറിയാം, ഓസ്മോസിസ് എന്താണെന്ന് നമുക്കറിയാം. ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസും സാധാരണയായിട്ട് വളരെ ലോ ഓസ്മോട്ടിക് പ്രഷറാണുള്ളത്. കാരണം എന്താണ്? ഈ ഡിസ്പേഴ്സൺ മീഡിയമായിട്ട് ഇൻട്രാക്ഷൻ വളരെ കുറവാണ്, ഡ്യൂ ടു പുവർ ഇൻട്രാക്ഷൻ വിത്ത് ദി ഡിസ്പേഴ്സൺ മീഡിയം. എന്നാൽ ലയോഫിലിക് സിസ്റ്റത്തിനാണെങ്കിൽ കുറച്ച് അല്പം ഹയർ ആയിട്ടുള്ള ഓസ്മോട്ടിക് പ്രഷറൊക്കെ ഉണ്ട്. ലയോഫോബിക്കിനാണെങ്കിൽ വളരെ കുറഞ്ഞ ഓസ്മോട്ടിക് പ്രഷറാണ്. ലയോഫോബിക്കിനേക്കാൾ കൂടിയ ഒരു ഓസ്മോട്ടിക് പ്രഷറാണ് ലയോഫിലിക് സിസ്റ്റത്തിന് ഉള്ളത്. ഇനി ഈ ഓസ്മോട്ടിക് പ്രഷർ മെഷർ ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ്? കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ആവറേജ് മോളിക്കുലാർ മാസ് കാണാൻ പറ്റും. കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ആവറേജ് മോളിക്കുലാർ മാസ് നമുക്ക് കാണാൻ കഴിയും. അതാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അത്രയും കാര്യങ്ങളാണ് പറയാൻ കഴിയുക. ഇത് സാധാരണയായിട്ട് ഓസ്മോട്ടിക് പ്രഷർ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് വളരെ കുറവാണ്. കാരണം ഡിസ്പേഴ്സ്ഡ് മീഡിയം ആയിട്ട് ഇൻട്രാക്ഷൻ ഈ പാർട്ടിക്കിൾസിന് വളരെ കുറവാണ്. അതുകൊണ്ട് ലയോഫിലിക് സിസ്റ്റത്തിന് ലയോഫോബിക് സിസ്റ്റത്തേക്കാൾ അല്പം കൂടി കൂടുതൽ ഓസ്മോട്ടിക് പ്രഷറുണ്ട്. പിന്നെ ഓസ്മോട്ടിക് പ്രഷർ മെഷർമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെന്താണ്? ആവറേജ് മോളിക്കുലാർ മാസ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ആവറേജ് മോളിക്കുലാർ മാസ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്താണ് കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഒരു ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി, ടിൻഡൽ എഫക്റ്റ്. ഈ ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്ന ആൾ ഇത് സ്റ്റഡി ചെയ്ത ആൾ ജെ ടിൻഡൽ എന്ന് പറയുന്ന ഒരു ആളാണ്. അതുകൊണ്ടാണ് ടിൻഡൽ എഫക്റ്റിന് പേര് വന്നത്. എന്താണ് ടിൻഡൽ എഫക്റ്റ്? ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് തട്ടി ലൈറ്റ് സ്കാറ്റർ ചെയ്യും. അപ്പോൾ ലൈറ്റിൻ്റെ പാത്ത് നമുക്ക് വിസിബിൾ ആകും. അതാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ലയോഫോബിക് സോളിൻ്റെ പാർട്ടിക്കിൾസിനെ നമുക്ക് നേക്കഡ് ഐ കൊണ്ടോ മൈക്രോസ്കോപ്പ് കൊണ്ടോ ഒന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് എന്താണ്? ഈ ഒപ്റ്റിക്കലി അതിൻ്റെ പ്രസൻസ് ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ ലൈറ്റ് അടിച്ചു കൊടുത്ത ആളൊന്നും ഈ ലയോഫോബിക് സോളിലെ പാർട്ടിക്കിൾസ് നമുക്ക് കാണാനൊന്നും കഴിയില്ല. എന്നാൽ അല്പം കൂടി ബിഗ്ഗറായിട്ടുള്ള പാർട്ടിക്കിൾസ് അതിങ്ങനെ കാണാൻ സാധ്യതയില്ലാത്തതിൻ്റെ കാരണം സോൾവെൻറ്റിൻ്റെ പാർട്ടിക്കിൾസ് വളരെ സ്മോളാണ്. സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് വളരെ സ്മോളാണ്. അതുകൊണ്ടാണ് ലയോഫോബിക് സോളിനെ നമുക്ക് ഈ ഒപ്റ്റിക്കലായിട്ട് നമുക്ക് എന്താണ് ആ പാർട്ടിക്കിൾസിനെ വിസിബിൾ ആക്കാത്തതിൻ്റെ കാരണം. അതിൻ്റെ പാത്തൊന്നും കാണാൻ പറ്റില്ല. എന്നാൽ അല്പം കൂടി സോൾവെൻറ്റ് പാർട്ടിക്കിൾ അല്പം കൂടി ബിഗ്ഗറാണെങ്കിൽ എന്താണ്? സ്കാറ്റർ ചെയ്യുന്നു, ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ബീമിനെ കാണാൻ പറ്റും. ഒരു ഇരുട്ടുള്ള മുറിയിലോട്ട് പ്രകാശം അടിക്കുമ്പോൾ നമുക്ക് ആ പാത്ത് കാണാൻ കഴിയുമല്ലോ, അതുപോലെ ബീമിനെ കാണാൻ സാധിക്കും. അപ്പോൾ മോസ്റ്റ് ട്രൂ സൊല്യൂഷൻസ് ആർ ഒപ്റ്റിക്കലി ക്ലിയർ. നമ്മുടെ ട്രൂ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണെങ്കിൽ ഒപ്റ്റിക്കലി ക്ലിയർ ആണ്. പക്ഷെ കൊളോയിഡൽ സൊല്യൂഷൻ ആണെങ്കിൽ എന്താണ്? ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നു. അപ്പോൾ എന്താണ്? ദി ഫിനോമിന ഓഫ് ദി സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ഇതാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. സ്റ്റഡി ചെയ്ത് ജെ ടിൻഡൽ എന്ന് പറയുന്ന ആളാണ്. ഇനി നമ്മൾ ഇഫ് ദി സ്കാറ്റേർഡ് ലൈറ്റ് ഈസ് വിസിബിൾ ഫ്രം ദി ടോപ്പ്, മുകളിൽ നിന്ന് സ്കാറ്റേർഡ് ലൈറ്റിനെ ത്രൂ എ മൈക്രോസ്കോപ്പ്, ഒരു മൈക്രോസ്കോപ്പിൽ കൂടി നോക്കിയാൽ പോയിൻറ്റ്സ് ഓഫ് ലൈറ്റ് സ്കാറ്ററിങ് ബൈ ദി ഇൻഡിവിജ്വൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ക്യാൻ ബി സീൻ. മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ എന്താണ്? ഈ പാർട്ടിക്കിൾസിനെ നമുക്കൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാർട്ടിക്കിളെ കാണാം. ലൈറ്റ് കൊണ്ട് ഇങ്ങനെ തിളങ്ങുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു സ്പോട്ടായിട്ട് കാണാം. അപ്പം ഇങ്ങനെ കാണാനെങ്കിൽ അതിന് അൾട്രാ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് വേണം നമ്മൾ നോക്കാൻ. അൾട്രാ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നോക്കുമ്പോൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താണ്? ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെയും നമുക്കൊരു ലൈറ്റിൻ്റെ സ്പോട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് സ്കാറ്ററിങ് കൊണ്ടാണ് അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫോർത്ത് വൺ ഈസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് വൺ ഈസ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സിക്സ് ആക്ട് മൂവ്മെൻ്റ് ആണ്. നമ്മൾ അൾട്രാ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റുള്ളൂ. അൾട്രാ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നമുക്ക് നോക്കുമ്പോൾ ഈ പാർട്ടിക്കിൾസ് ഒരു ലൈറ്റിൻ്റെ ഒരു സ്പോട്ടായിട്ട് നമുക്ക് ബ്രൈറ്റ് സ്പോട്ടായിട്ട്
ബ്രൈറ്റ് സ്പോട്ടായിട്ട് നമുക്ക് ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് കാണാൻ പറ്റും. അവരെന്താണ് സിഗ്സാഗ് മോഷനിലാണ്, മൂവ്മെൻറ്റിലാണ്. ഈ കോൺസ്റ്റൻറ്റ് സിഗ്സാഗ് മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസിനെയാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ബ്രൗണിയൻ മൂവ്മെൻറ്റ് ഇത് റോബർട്ട് ബ്രൗൺ ആണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്തുകൊണ്ടാണ്? ഈ ലിക്വിഡ് മീഡിയം ഉണ്ടല്ലോ, ഡിസ്പേഴ്സൺ മീഡിയം ലിക്വിഡ് ആണെങ്കിൽ ആ ലിക്വിഡ് മീഡിയത്തിലെ മോളിക്യൂൾസ് കോൺസ്റ്റൻറ്റ് മോഷനിലായിരിക്കും. ആ കോൺസ്റ്റൻറ്റ് മോഷനിലാകുമ്പോൾ എന്താണ്, സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്, കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, സസ്പെൻഡഡ് പാർട്ടിക്കിളിനെ എന്താണ് സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് ഇരിക്കും. അങ്ങനെയാണ് ആ ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ടാകുന്നത്. അപ്പം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് വണ്ണാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് എ. ഇനി സെക്കൻഡ് ആണ് ഡിഫ്യൂഷനൊക്കെ നമുക്ക് അറിയാവുന്ന കേസാണല്ലേ. ഡിഫ്യൂഷൻ. ദി പാർട്ടിക്കിൾസ് ഓഫ് എ കൊളോയിഡൽ സോൾ ക്യാൻ ഡിഫ്യൂസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ദാറ്റ് ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. ഹയർ കോൺസെൻട്രേഷനിലുള്ളടത്തുനിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് കൊളോയിഡൽ പാർട്ടിക്കിൾസ് നമുക്ക് ഡിഫ്യൂസ് ചെയ്ത് പോകാൻ കഴിയും. എങ്ങനെയാണ്? ഒരു പാർട്ടിസിപ്പൻ്റ് മെംബ്രെയിൻ അല്ലെങ്കിൽ ഫൈനായിട്ടുള്ള അതർ മെംബ്രെയിനിൽ കൂടി ഡിഫ്യൂസ് ചെയ്ത് പോകാൻ കഴിയും. അതാണ് സെക്കൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി. ഇനി തേർഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി സെഡിമെൻറ്റേഷൻ. ഈ കൊളോയിഡൽ സോളിലെ പാർട്ടിക്കിൾസ് ടെൻഡ് ടു സെറ്റിൽ ഡൗൺ വെരി സ്ലോലി. വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ സെറ്റിൽ ചെയ്യും, താഴെ അടിയും. അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് താഴെ സെറ്റിൽ ചെയ്യുന്നു. ആൻഡ് ദി റേറ്റ് ഓഫ് സെറ്റിൽമെൻറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ യൂസിങ് ആൻ അൾട്രാ സെൻട്രിഫ്യൂജ്. ഒരു അൾട്രാ സെൻട്രിഫ്യൂജ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് സെറ്റിൽ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് അതിന് സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്ന മെക്കാനിക്കൽ പ്രോപ്പർട്ടി. അപ്പോൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടി 3 ടൈപ്സ് ആണ്: ബ്രൗണിയർ മൂവ്മെൻറ്റ്, ഡിഫ്യൂഷൻ, സെഡിമെൻറ്റേഷൻ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഫിഫ്ത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസാണ്. കൊളോയിഡൽ സൊല്യൂഷൻസിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. ഈ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാകാനുള്ള കാരണം ഈ ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ കൊണ്ട് പ്രോപ്പർട്ടി ഉണ്ടാകും. ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ കൊണ്ടോ ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. അപ്പോൾ എന്തുണ്ടാവുന്നു? ചാർജ് ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ, ഒരു ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഫോം ചെയ്യുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് അയോൺസ് പ്രിഫറൻഷ്യലായിട്ട് അഡ്സോർബ് ചെയ്യുന്നതുകൊണ്ടോ നമുക്ക് ഇലക്ട്രിക് പ്രോപ്പർട്ടീസ് ഉണ്ടാവാം. അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാവാം? ആ ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ കൊണ്ടുണ്ടാവാം, ഇലക്ട്രോൺ ക്യാപ്ചർ കൊണ്ടുണ്ടാവാം, പിന്നെ ഒരു ഡബിൾ ലെയർ, ഈ ഇലക്ട്രിക്കായിട്ടുള്ളൊരു ഡബിൾ ലെയർ ഇതിൻ്റെ പുറമേ ഉണ്ടാവുന്നതുകൊണ്ടുണ്ടാവാം. പിന്നെ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് അയോൺസിനെ പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ നടത്തുക. നമുക്ക് മോസ്റ്റ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള റീസണായിട്ട് കരുതുന്നത് നമ്മളെന്താണ്? പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് അയോൺസ് ആണ് മോസ്റ്റ് അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു റീസൺ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി കാണിക്കാനുള്ള കാരണം. ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ദി സോൾ പാർട്ടിക്കിൾസ് അക്യൂർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ്. സോൾ പാർട്ടിക്കിളിന് പോസിറ്റീവോ നെഗറ്റീവോ ചാർജ് അക്യൂർ ചെയ്യാൻ പറ്റും. എങ്ങനെ? ബൈ പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് അയോൺസ്. പോസിറ്റീവ് അയോൺസിനെ പ്രിഫറൻഷ്യലി അഡ്സോർബ് ചെയ്ത്, ഇപ്പോൾ ഇതാണെങ്കിൽ ഇവിടെ ഇങ്ങനെ എന്താണ്, പോസിറ്റീവ് ചാർജിനെ പ്രിഫറൻഷ്യലായിട്ട് അഡ്സോർബ് ചെയ്യും. ചിലത് നെഗറ്റീവ് ചാർജിനെ പ്രിഫറൻഷ്യലായിട്ട് അബ്സോർബ് ചെയ്യും അയോൺസിനെ. അങ്ങനെ ഇലക്ട്രിഫിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇത് എവിടെ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്? ഈ ഡിസ്പേഴ്സൺ മീഡിയം എവിടെ നിന്നാണ്? ആ സൊല്യൂഷനിൽ നിന്ന് അഡ്സോർബ് ചെയ്യും അല്ലേ. അപ്പോൾ നെഗറ്റീവ് ചാർജിനെ അഡ്സോർബ് ചെയ്താൽ, പ്രിഫറൻഷ്യലായിട്ട് അഡ്സോർബ് ചെയ്താൽ നെഗറ്റീവ് ചാർജ് കാണിക്കുന്നു, പോസിറ്റീവ് ചാർജിനെ അഡ്സോർബ് ചെയ്താൽ പോസിറ്റീവ് ചാർജ് കാണിക്കുന്നു. ഇത് ഈ ഡിസ്പേസ്ഡ് ഫേസ് എവിടെ നിന്നാണ് അഡ്സോർബ് ചെയ്യുന്നത്? സൊല്യൂഷനിൽ നിന്നാണ് അഡ്സോർബ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ എക്സാമ്പിളിന് പോസിറ്റീവ് ചാർജ് ഓൺ ഫെറിക് ഹൈഡ്രോക്സൈഡിൽ പോസിറ്റീവ് ചാർജ് വരാറുണ്ട്. അതിൻ്റെ പുറത്ത് സോളിഡ്സ് ഫോംഡ് ഡ്യൂ ടു ദി അഡ്സോർപ്ഷൻ ഓഫ് ഫെറിക് Fe3+ അയോൺ ഫെറിക് ഹൈഡ്രോക്സൈഡ് സോളിൻ്റെ മുകളിൽ എന്താണ്? പ്രിഫറൻഷ്യലി അഡ്സോർബ് ചെയ്യപ്പെടും Fe3+ അയോൺ. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് അവിടെ ഉണ്ടാകുന്നു. സൊല്യൂഷനിൽ നിന്നാണ് Fe3+ അയോണിനെ അബ്സോർബ് ചെയ്യുന്നത്. അതുപോലെ
AS2 അതുപോലെയാണ് AS2 S3 സോള് S2 മൈനസ് അയോണിനെ പ്രിഫറൻഷ്യലി അബ്സോർബ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് അതിന് നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്നു. അപ്പോൾ പ്രിഫറൻഷ്യലായിട്ട് പോസിറ്റീവോ നെഗറ്റീവോ അയോൺസിനെ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഉണ്ടാകുന്നത്. നമുക്ക് സിൽവർ AgNO3 നമ്മൾ എക്സസ് NaI കൊടുക്കുക. എക്സസ് NaI കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. അത് AgI അവിടെ I നെഗറ്റീവ് ചാർജാണ്. IA എന്താണ് പ്രിഫറൻഷ്യലി ഇങ്ങനെ അബ്സോർബ് ചെയ്യും. ഓക്കെ, AgNO3യിലേക്ക് എക്സസ് NaI സൊല്യൂഷൻ കൊടുത്താൽ. ഇനി NaI ഈസ് ആഡഡ് ടു എക്സസ് ഓഫ് AgNO3. NaIയിലേക്ക് എന്താണ് എക്സസ് ഓഫ് AgNO3 എക്സസ് ആയിട്ട് ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവിടെ AgI ഇവിടെ എന്താണ് പോസിറ്റീവ് ചാർജുള്ള AE പ്രിഫറൻഷ്യലി അബ്സോർബ് ചെയ്യും. അങ്ങനെ പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. മനസ്സിലായില്ലേ? ഇതാണ് പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ FeHO2 ഫെറിക് ഹൈഡ്രോക്സൈഡ് വളരെ ഇമ്പോർട്ടൻ്റ്. അത് ഫെറിക് ഹൈഡ്രോക്സൈഡ് FeOH ത്രൈസാണ് കേട്ടോ. SC അല്ലേ, Fe അല്ലേ, ത്രൈസ്. FeOH ത്രൈസ് ഈസ് പ്രിപ്പയർഡ് ബൈ, ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അയൺ ഹൈഡ്രോക്സൈഡ് ഫെറിക് ഹൈഡ്രോക്സൈഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഹൈഡ്രോളിസിസ് ഓഫ് ഫെറിക് FeCl3 ബൈ ഹോട്ട് വാട്ടർ. FeCl3 ഹോട്ട് വാട്ടർ എടുത്ത് ഹൈഡ്രോളിസിസ് ചെയ്യുക. അപ്പോൾ FeOH ത്രൈസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ? ദർ ഈസ് എ അബ്സോർപ്ഷൻ ഓഫ് Fe3+ അയോണിനെ പ്രിഫറൻഷ്യലി എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. ഓൺ ദി അതർ ഹാൻഡ്, ഇഫ് ദി സോൾ ഈസ് പ്രിപ്പയർഡ് ബൈ ആഡിങ് NaOH സൊല്യൂഷൻ ടു FeCl3 സൊല്യൂഷൻ, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ FeCl3 സൊല്യൂഷനോട്ട് ആഡ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ OH മൈനസ് അയോൺസ് ആയിരിക്കാം അബ്സോർബ് ചെയ്യപ്പെടുക. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം. എന്താണ്? പോസിറ്റീവ് അയോൺസ് അബ്സോർബ് ചെയ്യുമ്പോൾ അതിന് പോസിറ്റീവ് ചാർജും, നെഗറ്റീവ് അയോൺസ് അബ്സോർബ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജും കിട്ടും. ഇങ്ങനെ പ്രിഫറൻഷ്യലി അബ്സോർപ്ഷൻ കൊണ്ടാണ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ഇതാണ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഇനി ദി പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി ചാർജ് സോൾ പാർട്ടിക്കിൾ സബ്ട്രാക്ട് ദി കൗണ്ടർ അയോൺസ് ഫ്രം ദി മീഡിയം ഫോമിങ് എ സെക്കൻഡ് ലെയർ. ഈ പോസിറ്റീവോ നെഗറ്റീവോ ഇങ്ങനെ ചാർജ് ആവുമല്ലോ. ഇപ്പോൾ ചാർജ് ആയില്ലേ, ഒരു നെഗറ്റീവ് ചാർജിൽ പോസിറ്റീവ് ചാർജ് ആയില്ലേ. അങ്ങനെയുള്ള സോൾ പാർട്ടിക്കിൾ എന്താണ് കൗണ്ടർ അയോൺസിനെ മീഡിയത്തിൽ നിന്നും എന്താണ് വലിച്ചെടുക്കും. എന്നിട്ടൊരു സെക്കൻഡ് ലെയർ ഉണ്ടാക്കുന്നു. അപ്പോൾ ദി കോമ്പിനേഷൻ ഓഫ് ദി ടു ലെയേഴ്സ്, ആദ്യത്തെ ലെയറും സെക്കൻഡ്, ആദ്യം ഒന്ന് അബ്സോർബ് ചെയ്യപ്പെട്ടു, അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു കോമ്പിനേഷൻ, വേറൊരു ലെയർ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ അത് നെഗറ്റീവ് ചാർജാണെങ്കിൽ പോസിറ്റീവ് ചാർജ് ഉള്ള ലെയറാണ് പിന്നീട് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ലെയർ ഓപ്പോസിറ്റ് ചാർജ് വരികയാണ്. അപ്പോൾ എന്താണ് ഹെംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഡബിൾ ലെയറിനാണ് നമുക്കെന്ന് പറയുന്നത് HELM ഹെംഹോൾട്ട്സ് ഡബിൾ ലെയർ എന്ന് പറയുന്നു. ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു ലേയേഴ്സ് ആർ ഓപ്പോസിറ്റ് ചാർജ് ആയതുകൊണ്ട് എന്താണ് സീറ്റ പൊട്ടൻഷ്യൽ. ഇതിനെ സീറ്റ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നു. ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു ലെയേഴ്സ്, ഈ രണ്ട് ലെയർ ഓപ്പോസിറ്റ് ചാർജ് ആണല്ലോ, ഇവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് സീറ്റ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ സിമിലർ ചാർജിൻ്റെ ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾ ഉണ്ടാകുമ്പോൾ, കൊളോയിഡൽ പാർട്ടിക്കിൾ സിമിലർ ചാർജസ് ഉണ്ടാകുമ്പോൾ സ്റ്റേബിളാകുന്നു. അത് സ്റ്റേബിളാകുന്നു കാരണം എന്താണ്? ഈ പാർട്ടിക്കിൾ ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജാണ് ഉള്ള പാർട്ടിക്കിളാണ്, ഇവിടെ നെഗറ്റീവ് ചാർജ് ഇങ്ങനെ അബ്സോർബ് ചെയ്ത പാർട്ടിക്കിൾ ഉണ്ടാകുമ്പോൾ ഇത് റിപ്പല്ല് ചെയ്യുന്നു. അതുകൊണ്ടാണ് കുറച്ച് സ്റ്റേബിളാണ്. പിന്നീട് അത് വീണ്ടും അത് കെമിക്കലി റിയാക്ട് ചെയ്യുകയൊന്നുമില്ല. അതുകൊണ്ട് സ്റ്റേബിൾ ആയി നിൽക്കുന്നു, പാർഷ്യലായിട്ട് റിപ്പൾഷനുള്ള കാരണം. അങ്ങനെ കൊയാഗുലേഷനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ്
ചെയ്യുക, കൊയാഗുലേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ എക്സാമ്പിൾസൊക്കെ ചേർത്ത് വേണം പഠിക്കാൻ. ഓക്കെ, നെക്സ്റ്റ് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയും. ഇലക്ട്രോഫോറസിസ് എന്താണ്? ഇലക്ട്രോഫോറസിസ് നമ്മളൊരു ഹൈഡ്രോഫോബിക് സോള് ഒരു ഇലക്ട്രിക് ഫീൽഡ് വെക്കുകയാണെങ്കിൽ ഈ പാർട്ടിക്കിൾസ് എന്താണ് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലോട്ട് പോകും. പോസിറ്റീവ് ഡയറക്ഷനിലോട്ടോ അല്ലെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോണിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോണിൻ്റെ അടുത്തേക്കോ ഇത് പോകും. ഇങ്ങനെ പോകുന്നതിന് അതായത് ദി ഫിനോമിന ഓഫ് മൈഗ്രേഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ആൻ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ഇലക്ട്രോഫോറസിസ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ മൈഗ്രേറ്റ് ചെയ്തു പോകുന്നു, ഇലക്ട്രോഡ്സിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു പോകുന്നു. ഈ ഫിനോമിനയാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നെഗറ്റീവ് ചാർജോ പോസിറ്റീവ് ചാർജോ ഉള്ള കാരണം ആയിരിക്കുമല്ലോ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്തു പോകുന്നത്. മെറ്റാലിക് ഓക്സൈഡ്, ഹൈഡ്രോക്സൈഡുകൾ, മെറ്റാലിക് ഓക്സൈഡ്, ഹൈഡ്രോക്സൈഡ്, ഫെറിക് ഹൈഡ്രോക്സൈഡ്, മെറ്റാലിക് ഓക്സൈഡ്, ബേസിക് ഡൈ സ്റ്റഫുകൾ ഇനിയുണ്ട്. ഹീമോഗ്ലോബിൻ, അലുമിനിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഹൈഡ്രോക്സൈഡ് എന്ന് ഞാൻ പറയില്ല, മെറ്റാലിക് ഓക്സൈഡുകൾ, പിന്നെ ഹൈഡ്രോക്സൈഡ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, അയൺ ഹൈഡ്രോക്സൈഡ്, ഇങ്ങനെയുള്ള ഹൈഡ്രോക്സൈഡുകൾ, ബേസിക് ആയിട്ടുള്ള ഡൈ സ്റ്റഫുകൾ, പിന്നെയോ ഹീമോഗ്ലോബിൻ. ഇതെല്ലാം പോസിറ്റീവ്ലി ചാർജുള്ളതാണ്. നെഗറ്റീവ് ചാർജുകൾ എന്താണ്? ആസിഡ് ഡൈ സ്റ്റഫുകൾ, പിന്നെ മെറ്റാലിക് സോളുകൾ, സൾഫർ, മെറ്റാലിക് സൾഫൈഡുകൾ, AS2S3, ആസിഡ് ഡൈ, ക്ലേ, സോൾട്സ് ഓഫ് സ്റ്റാർച്ച്, ഗമ്മ്, ജലാറ്റിൻ, ചാർക്കോൾ, റബ്ബർ. ഇതൊക്കെ നെഗറ്റീവ്ലി ചാർജാണ്. നെഗറ്റീവ്ലി ചാർജ് ഏതൊക്കെയാണെന്ന് പറയാം. മെറ്റൽസ്, സോൾട്സ് ഓഫ് മെറ്റൽസ്, പിന്നെ സൾഫർ, മെറ്റാലിക് സൾഫൈഡ്സ്, ആസിഡ് ഡൈസ്, AS2S3, സൾഫർ, ക്ലേ, സോൾട്സ് ഓഫ് സ്റ്റാർച്ച്, ഗമ്മ്, ജലാറ്റിൻ, ചാർക്കോള്, റബ്ബർ. ഇതെല്ലാം നെഗറ്റീവ്ലി ചാർജാണെന്നും പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ ആനോഡിലോട്ട് പോകുന്നവയുണ്ടല്ലോ, ആനോഡിലോട്ട് പോകുമ്പോൾ പാർട്ടിക്കിൾസ് പോകുമ്പോൾ അതിനെ അനാഫോറസിസ് എന്ന് പറയുന്നു. കാഥോഡിലോട്ട് പോകുമ്പോൾ കാറ്റാഫോറസിസ് എന്നും പറയുന്നു. അപ്പോൾ അത് ചാർജ് അനുസരിച്ചാണ് അനാഫോറസിസ് ആണോ കാറ്റാഫോറസിസ് ആണോ എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം എന്തായാലും നെഗറ്റീവായിട്ടുള്ള പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എല്ലാം പഠിച്ചു വയ്ക്കുക, സോളുകളെല്ലാം പഠിച്ചു വയ്ക്കുക. ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷനും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇലക്ട്രോ ഓസ്മോസിസ്. ഇഫ് ദി സോൾ ഈസ് പ്രിവെൻറ്റഡ് ഫ്രം മൂവിങ്, ഇങ്ങനെ മൂവ് ചെയ്യുമല്ലോ സോള്, അതിനെ പ്രിവെൻറ്റ് ചെയ്യണം നമ്മൾ. മൂവിങ് ദി ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് സോളിനെ മൂവ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാം. ഹവർ റിസൾട്ട് ഇൻ മൂവ്മെൻറ്റ് ഓഫ് ദി ഡിസ്പേഴ്സ്ഡ് മീഡിയം. ദിസ് ഈസ് ദി ബേസിസ് ഓഫ് ഫിനോമിന ഓഫ് ഇലക്ട്രോ ഓസ്മോസിസ്. അതായത് ദി പാസേജ് ഓഫ് ലിക്വിഡ് ത്രൂ എ പോറസ് ഡയഗ്രം അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ആൻ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മളെന്താണ് ഒരു ഡയഫ്രത്തിലൂടെ ലിക്വിഡിനെ പാസ് ചെയ്യിക്കുന്നു. അതിനാണ് ഇലക്ട്രോ ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ഇത് മൂവ് ചെയ്യാൻ പറ്റും, എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. അതിനാണ് ഇലക്ട്രോ ഓസ്മോസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈം നമ്മൾ പഠിക്കാൻ പോകുന്ന കൊയാഗുലേഷനാണ്. കൊയാഗുലേഷൻ എന്താണ്? ഈ കൊയാഗുലേഷൻ ദി ഫിനോമിന ഓഫ് ദി precipitation of a colloidal solution by the addition of electrolyte is called coagulation. Coagulation എന്ന് പറയുന്നത് നമ്മൾ ഒരു കൊളോയിഡൽ സൊല്യൂഷനിലോട്ട് എന്ത് ഇടുന്നു? ഒരു ഇലക്ട്രോലൈറ്റ് ചേർക്കുന്നു. കൊളോയിഡൽ സൊല്യൂഷനിലോട്ട് ഒരു ഇലക്ട്രോലൈറ്റ് ചേർക്കുന്നു. ഇലക്ട്രോലൈറ്റ് ചേർക്കുമ്പോൾ എന്താണ്? പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. ആ കൊളോയിഡൽ സൊല്യൂഷൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. അതാണ് ദി പ്രസിപ്പിറ്റേഷൻ ഓഫ് എ കൊളോയിഡൽ സൊല്യൂഷൻ ബൈ ദി അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തുകൊണ്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. ഈസ് കോൾഡ് കൊയാഗുലേഷൻ എന്ന് പറയുന്നു. കൊയാഗുലേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു ഇലക്ട്രോലൈറ്റ് ചേർക്കുന്നു, അപ്പോൾ എന്താണ്? ആ കൊളോയിഡൽ സൊല്യൂഷൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. ഇതാണ് കൊയാഗുലേഷൻ എന്ന് പറയുന്നു. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ
ദി ഫിനോമിന ഓഫ് ദി പ്രസിപ്പിറ്റേഷൻ ഓഫ് എ കൊളോയിഡൽ സൊല്യൂഷൻ. ഒരു കൊളോയിഡൽ സൊല്യൂഷൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ഈ ഫിനോമിന ഉണ്ടല്ലോ, ബൈ ദി അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തിട്ടുള്ളത് ഈസ് കോൾഡ് കൊയാഗുലേഷൻ. ഓർ ഒരു പേരും കൂടി ഉണ്ട്. എന്താണ് അതിൻ്റെ പേര്? ഫ്ലോക്കുലേഷൻ. എന്താണ്? ഫ്ലോക്കുലേഷൻ. കൊയാഗുലേഷൻ എന്നും പേരുണ്ട്, ഫ്ലോക്കുലേഷൻ എന്നും പേരുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോലൈറ്റ്സ് ആണല്ലോ കൊയാഗുലേഷന് വേണ്ടി ചേർക്കുന്നത്. ഈ ഇലക്ട്രോലൈറ്റിന് പല പല കൊയാഗുലേറ്റിംഗ് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഈ കൊയാഗുലേറ്റിംഗ് ബിഹേവിയർ, ഈ കൊയാഗുലേറ്റിംഗ് വാല്യൂ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള ആ ബിഹേവിയർ ഹാഡി ഷുൾസ് റൂൾ എന്ന് പറയുന്ന റൂൾ അനുസരിച്ചാണ്. എന്താണ് ഹാഡി ഷുൾസ് റൂള്? കൊയാഗുലേഷൻ നടക്കുന്നത് ഈ കൊയാഗുലേറ്റിങ്ങിൻ്റെ വാല്യൂസ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കാനുള്ള കാരണം ആ റൂളിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ദി അയോൺ ഹാവിൻ ആൻ ഓപ്പോസിറ്റ് ചാർജ്. ഒരു അയോണിന് ഓപ്പോസിറ്റ് ചാർജ് ഉണ്ട് ടു സോൾ പാർട്ടിക്കിൾസിനേക്കാൾ ഓപ്പോസിറ്റ് ചാർജ് ആയിട്ടുള്ള ഒരു അയോൺ ഉണ്ടെങ്കിൽ കൊയാഗുലേഷൻ ഉണ്ടാവും. അതായത് സോൾ പാർട്ടിക്കിൾസിൻ്റെ ഓപ്പോസിറ്റ് ചാർജാണ് അയോൺ എങ്കിൽ കൊയാഗുലേഷൻ ഉണ്ടാവും. ഒന്ന്. അടുത്തത് കൊയാഗുലേറ്റിംഗ് പവർ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്. ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ കൊയാഗുലേറ്റിംഗ് പവർ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി വാലൻസി ഓഫ് അയോൺ. അയോണിൻ്റെ വാലൻസി അനുസരിച്ചാണ് കൊയാഗുലേറ്റിംഗ് പവർ. അപ്പോൾ ഒന്ന്, ഈ സോൾ പാർട്ടിക്കിൾസിൻ്റെ ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺ ഉണ്ടെങ്കിൽ കൊയാഗുലേഷൻ ഉണ്ടാവും. കൊയാഗുലേറ്റിംഗ് പവർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ കൊയാഗുലേറ്റിംഗ് പവർ എന്ന് പറയുന്നത് അതിൻ്റെ വാലൻസിയാണ്, അയോണിൻ്റെ വാലൻസി ആണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഹാഡി ഷുൾസ് റൂളിൽ പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി AS2S3 നമുക്ക് നോക്കാം. എക്സാമ്പിളിന് കൊയാഗുലേഷൻ ഓഫ് ദി നെഗറ്റീവ്ലി ചാർജ് AS2S3 നെഗറ്റീവ്ലി ചാർജ് ആണ്. AS2S3 നെഗറ്റീവ്ലി ചാർജ് ആകുമ്പോൾ പ്രസിപ്പിറ്റേറ്റിംഗ് പവർ ഉണ്ടല്ലോ, ഈ പ്രസിപ്പിറ്റേറ്റിംഗ് പവർ എങ്ങനെയാണെന്ന് വയ്ക്കാം. ഇപ്പോൾ തോറിയം 4+ ആണെങ്കിൽ പവർ ഭയങ്കര കൂടുതലാണ് പ്രസിപ്പിറ്റേറ്റിംഗ് പവർ. അലൂമിനിയം 3+ ആണ് പവർ കുറവ്, മഗ്നീഷ്യം 2+ന് അതിലും കുറവ്, സോഡിയം പ്ലസിന് അതിലും കുറവ്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള AS2S3യിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള കൊയാഗുലേഷൻ പവർ പല അയേൺസിൻ്റെ കൊടുത്തിരിക്കുകയാണ്. തോറിയത്തിനാണ് ഏറ്റവും കൂടുതൽ, സോഡിയത്തിനാണ് ഏറ്റവും കുറവ്. ഇനി പോസിറ്റീവായിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ കൊയാഗുലേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കൊടുത്തിട്ടുണ്ട് FeCN6 4- ഇതിനാണ് ഏറ്റവും പവർ കൂടുതൽ. PO4 3- പവർ കുറവ്, SO4 2- അതിലും പവർ കുറവ്, ക്ലോറിൻ -നാണ് ഏറ്റവും പവർ കുറവ്. അപ്പോൾ ഇത് കൊയാഗുലേറ്റിംഗ് പവറാണ് കാണിച്ചിരിക്കുന്നത്. പല പല അയോൺസിൻ്റെ കാറ്റയോണുകളുടെയും ആനിയോണുകളുടെയും കൊയാഗുലേറ്റിംഗ് പവറാണ് കാണിച്ചിരിക്കുന്നത്. നെഗറ്റീവ് ചാർജുകളെ കൊയാഗുലേറ്റ് ചെയ്യാൻ ഏറ്റവും പവറുള്ള തോറിയത്തിനാണ്. പോസിറ്റീവ് ചാർജുകളെ കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് FeCN6 4- ഓക്കെ. ഇനി കൊയാഗുലേഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ദി ഫോളോയിങ് മെത്തേഡ്സ്. ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ കൊയാഗുലേഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് മാർഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയൊക്കെയാണ് ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക? കൊയാഗുലേറ്റ് കഴിയുക. ഒന്നാമത്തെ മാർഗം, ഫസ്റ്റ് മാർഗം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് മെത്തേഡ്, വെൻ ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സോൾസ്, ഓപ്പോസിറ്റ് ചാർജുള്ള സോൾസ്. ഒരു എക്സാമ്പിളിന് FeOH ത്രൈസ് AS2S3 ഇത് രണ്ടും FeOH ത്രൈസ് AS2S3. FeOH ത്രൈസ് AS2S3 ഇത് 2 ഓപ്പോസിറ്റ്ലി ചാർജുള്ള സോൾസാണ്. ഇത് മിക്സ് ചെയ്യുമ്പോൾ എങ്ങനെ മിക്സ് ചെയ്യണം? ഇക്വിമോളാർ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യണം. നമുക്കറിയാം, ഒരു ഫുട്ബോൾ കളി നടക്കുകയാണെങ്കിൽ 7 പേര് ഒരു സൈഡിലുണ്ടെങ്കിൽ മറ്റേ സൈഡിൽ ഒരു 7 പേര് തന്നെ വേണം, എങ്കിലാണ് കളി നടക്കുള്ളൂ. ഒരു സൈഡിൽ 6 ഒരു സൈഡിൽ 7 ആയാൽ നടക്കില്ല. ക്രിക്കറ്റ് കളിയാണെങ്കിൽ 11 പേരാണെങ്കിൽ ഒരു സൈഡിലുള്ളെങ്കിൽ മറ്റേ സൈഡിൽ 11 പേര് വേണം, അല്ലേ? അതുപോലെ ഇവ ഓപ്പോസിറ്റ്ലി ചാർജ് ഉള്ളവയാണ്, ഇവ തമ്മിൽ ചേർന്നാണ് കൊയാഗുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇക്വിമോളാർ പ്രൊപ്പോർഷനിൽ എടുക്കുക. FeOH ത്രൈസും AS2S3 ഓപ്പോസിറ്റ് ചാർജാണ് ഇവയ്ക്ക്. ഇവ ഇക്വിമോളാർ സൊല്യൂഷൻ എടുക്കുമ്പോൾ എന്താണ്, അത് പരസ്പരം ന്യൂട്രലൈസ് ചെയ്ത് പോകും, എന്നിട്ട് കൊയാഗുലേറ്റ് ചെയ്യും. അപ്പോൾ കൊയാഗുലേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം പറഞ്ഞില്ലേ, ഒരു മെത്തേഡ് പറഞ്ഞില്ലേ? യെസ്. ഇനി കൊയാഗുലേഷൻ്റെ അടുത്ത മെത്തേഡ് പറയാം. ഡ്യൂറിങ് ഇലക്ട്രോഫോറസിസ് നമുക്കറിയാം, അല്ലേ? ഈ സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോഡുകൾ വെച്ചിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ചാർജുള്ള അയേൺസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് എന്താണ്
അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോഡ്സിലോട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോഫോറസിസ് നടക്കുമ്പോൾ ഇലക്ട്രോഫോറസിസ് നമുക്ക് കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചതാണല്ലേ. ഇലക്ട്രോഫോറസിസ് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദി സോൾ പാർട്ടിക്കിൾസ് മൂവ് ടുവേഴ്സ് ദി ഓപ്പോസിറ്റ്ലി ചാർജ് ഇലക്ട്രോഡ്. പോസിറ്റീവ് ചാർജുള്ള സോൾ പാർട്ടിക്കിൾ ആണെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡിലോട്ടും, നെഗറ്റീവ് ചാർജ് ഉള്ളത് പോസിറ്റീവ് ഇലക്ട്രോഡിലോട്ടും പോകും. അങ്ങനെ പോകുന്നു എന്നാ പഠിച്ചുള്ളൂ അല്ലേ. പോയി കഴിയുമ്പോഴോ ഇഫ് ദി പ്രോസസ് ഈസ് ക്യാരിഡ് ഔട്ട് ഫോർ എ ലോങ് ടൈം, കുറേ നേരം ഈ പ്രോസസ്സിങ് തുടർന്നാൽ ഈ പാർട്ടിക്കിൾസ് പോവുക മാത്രമല്ല അല്ലേ. ചില ആളുകളില്ലേ ഫുട്ബോൾ കളി കാണാൻ വേണ്ടിയായിരിക്കും പോകുന്നത്. കുറേ നേരം കണ്ട് ആവേശം നോക്കുമ്പോൾ എന്നെ ഒന്ന് ചേർക്കുമെന്ന് ചേർത്ത് പിന്നെ കാണുന്ന അവൻ അവിടെ ഫുട്ബോൾ കളിക്കുന്നതായിരിക്കും. അതുപോലെ ഈ പാർട്ടിക്കിൾസ് പോയി അവിടെ പോയി കഴിയുമ്പോൾ ഈ പ്രക്രിയ ഈ പ്രോസസ്സിങ് ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഇവ ഇലക്ട്രോഡിൽ ടച്ച് ചെയ്യുന്നു. എന്നിട്ടോ അവയുടെ ടച്ച് ചെയ്താൽ പിന്നെ പോയി അവയുടെ ചാർജ് ലോസ്റ്റായി പോകും. കാരണം ഓപ്പോസിറ്റ് ചാർജ് ഇലക്ട്രോഡിലാണ് പോയി ടച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കൊയാഗുലേറ്റ് ചെയ്യും. ഈ ന്യൂട്രലൈസേഷനാണ് ഈ കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയും സംഭവിക്കും. പിന്നെ അടുത്തത് എന്താണ്? വെൻ ദി സോൾ ഈസ് ഹീറ്റഡ്, നമ്മൾ സോൾ എടുത്ത് ഹീറ്റ് ചെയ്യുക, അപ്പോൾ കൊയാഗുലേറ്റ് ചെയ്യും. കാരണം എന്താണ്? ഹീറ്റ് ചെയ്യുമ്പോൾ കൊളീഷൻസ് ഇൻക്രീസ് ചെയ്യുകയാണ്, മോളിക്യൂളിൻ്റെ കൊളീഷൻസ് ഇൻക്രീസ് ചെയ്യുകയാണ്. ഡിസ്പേഴ്സ് മീഡിയമായിട്ടുള്ള കൊളീഷൻസ് ഇൻക്രീസ് ചെയ്യുകയും കൊയാഗുലേഷൻ പെട്ടെന്ന് നടക്കുകയും ചെയ്യുന്നു. ഓക്കെ.